നമസ്കാരം. പി വി അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പി വി അൻവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുന്നതല്ല ഞങ്ങളുടെ പണി. പി വി അൻവർ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്നൊക്കെ കെ പി സി സിയുടെ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും വാസ്തവം ഇതൊന്നുമല്ല. പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ജയന്തും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറും കൂടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന വിവരം. ആരാണ് കെ ജയന്ത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ്റെ വലം കൈ. കണ്ണൂർ ലോക്സഭാ സീറ്റിൽ 2024 മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതിന് ശേഷം കെ സുധാകരൻ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞത് ജയന്തിൻ്റെ പേരാണ്. എന്നാൽ ജയന്ത് സ്ഥാനാർത്ഥിയായാൽ കണ്ണൂർ പോലുള്ള CPM-ൻ്റെ കോട്ടയിൽ വിജയിക്കാൻ സാധിക്കുന്നില്ലെന്നും അതുപോലെ തന്നെ നിയുക്ത എംപിമാരെല്ലാം തന്നെ, അതായത് നിലവിലുള്ള എംപിമാരെല്ലാം തന്നെ മത്സരിക്കണമെന്നുള്ള ഹൈക്കമാൻഡിൻ്റെ കർശന നിർദ്ദേശവും വന്നതിന് ശേഷമാണ് കെ സുധാകരൻ മത്സരിച്ചത്. ജയന്തും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറും കൂടി പി വി അൻവറിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. സണ്ണി ജോസഫ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പായ കെ പി സി സി പ്രസിഡന്റാണ്. കാരണം അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ടാണല്ലോ ജയന്തിനെ ഇറക്കി ഓപ്പറേഷൻ നടത്തിയത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കെ സുധാകരൻ തന്നെയാണ്. മെരിക്കാൻ പറ്റാത്ത ഇടങ്ങളിലെല്ലാം മെരിക്കുക എന്ന് പറയുന്ന ഉജ്ജ്വല ദൗത്യം കെ സുധാകരൻ്റെ മുന്നിൽ അന്നും ഇന്നും കോൺഗ്രസ് നേതൃത്വം വെച്ചിട്ടുണ്ട്. നമുക്കറിയാം എ വി ഗോപിനാഥ് ആരായിരുന്നു? അദ്ദേഹം വളരെ ദീർഘകാലത്തോളം പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇരുന്ന വ്യക്തിയാണ്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് ഒരു അട്ടിപ്പേറ് അവകാശം കോൺഗ്രസിനെ പാലക്കാട് ജില്ലയിൽ വളർത്തിയെടുത്തതിൽ പ്രധാനി അദ്ദേഹമായിരുന്നു. അദ്ദേഹം പലകുറി എത്രയോ തവണകളിലായി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അകൽച്ച പാലിച്ചിട്ടുണ്ട്. ഇനി കോൺഗ്രസ് നേതൃത്വവുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല എന്ന് പറഞ്ഞ എ വി ഗോപിനാഥൻ എപ്പോഴാണ് തണുത്തത്? എപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയത്? ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് ക്യാമ്പിലാണോ CPM ക്യാമ്പിലാണോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തത് എത്തിയതുമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എ വി ഗോപിനാഥിനെ മെരിക്കാനായി എല്ലായ്പ്പോഴും വന്നിട്ടുള്ളത് ആരാണ്? കെ സുധാകരൻ. ജംഷീർ പള്ളിവയൽ, ആ പേര് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാരും മറക്കാൻ സാധ്യതയില്ലാത്തൊരു പേരാണ്. KSUവിൻ്റെ വയനാട് ജില്ലാ പ്രസിഡന്റ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിങ്ങനെ നിരവധി പോസ്റ്റുകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ജംഷീർ പള്ളിവയൽ എപ്പോഴൊക്കെ പോലീസിൽ നിന്ന് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഓടി വന്നിട്ടുള്ള പേരാണ് കെ സുധാകരൻ എന്നുള്ളത്. കെ സുധാകരനായിരുന്നു എല്ലായ്പ്പോഴും ചികിത്സ അദ്ദേഹത്തിന് നൽകിയത്. കെ സുധാകരൻ്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവും അതുപോലെ തന്നെ ആശുപത്രി ചെലവും വഹിച്ചത്. അങ്ങനെ അനവധി ഉദാഹരണങ്ങൾ കെ സുധാകരനെ പറ്റി പറയാൻ കഴിയും. പല്ലുപോയ സിംഹമെന്നൊക്കെ CPM-ൻ്റെ സൈബർ ഹാൻഡിൽ പറയുമ്പോൾ CPM-ൻ്റെ സൈബർ ഹാൻഡിലുകാരെ നിങ്ങളുടെയൊക്കെ മടയിലിരുന്ന് ആക്രമിച്ച വ്യക്തിയാണ് കെ സുധാകരൻ. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനൊരു മേൽവിലാസം ഉണ്ടാക്കിയ വ്യക്തി, നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിങ്ങൾക്കെതിരെ ആക്രമണം നയിച്ച വ്യക്തി. നിങ്ങൾ കൈകൊണ്ട് ആക്രമിച്ചാൽ തിരിച്ച് കൈകൊണ്ട്, നിങ്ങൾ തോക്കുകൊണ്ടാണ് ആക്രമിക്കുന്നതെങ്കിൽ തിരിച്ച് തോക്കുകൊണ്ട്, അങ്ങനെയൊക്കെ പോരടിച്ച വ്യക്തിയാണ് കെ സുധാകരൻ. ആ കെ സുധാകരൻ തന്നെ പി വി അൻവറിനെ മെരിക്കാൻ ഇറങ്ങുമ്പോൾ നിശ്ചയമായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പി വി അൻവർ UDF പാളയത്തിൽ എത്തുമെന്നും UDFന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചാലും തെറ്റില്ല എന്നും. അദ്ദേഹം മറ്റൊരു തരത്തിൽ, അതായത് തൃണമൂൽ കോൺഗ്രസിനെ ഒരിക്കലും മുന്നണിയിലേക്ക് എടുക്കില്ല. അദ്ദേഹം ചിലപ്പോൾ കോൺഗ്രസിലേക്ക് ഏതെങ്കിലും വിധേയനൊക്കെ കടന്നു വരാൻ കെ സുധാകരൻ്റെയും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിൻ്റെയും നിർദ്ദേശങ്ങൾ, അവർ തമ്മിലുള്ള ചർച്ചകൾ വഴിയൊരുക്കും എന്നാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സണ്ണി ജോസഫ് വേണ്ട വിധത്തിലുള്ള ഒരു KPCC പ്രസിഡന്റ് അല്ല എന്നും ഒരു ക്രിസ്ത്യൻ നോമിനി ആണ് എന്നുമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം.